ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയി പോകുന്ന കുറച്ച് റീൽസിൻ്റെ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോ എഡിറ്റിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് VN എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഇതാണ് VN എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ഉണ്ടാവുക. അതിൽ ആദ്യം തന്നെ പ്ലസ് ഐക്കൺ കൊടുക്കുക, എന്നിട്ട് ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു സ്ക്രീനിൽ വീഡിയോ, ഫോട്ടോ, ഓൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ വീഡിയോസ് ആണ് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വീഡിയോസ് സെലക്ട് ചെയ്യുക. ഇനി ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഓൾ പോവുക. അത് ഫോട്ടോ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ അതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോ ഡ്യൂറേഷൻ എത്ര വേണം, ഇപ്പോൾ 3 സെക്കൻഡ് വേണോ, 1 സെക്കൻഡ് വേണോ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ ഫോട്ടോസിൻ്റെ സെക്ഷനിൽ ഓളിൽ പോവുക. ഓളിൽ പോയിട്ട് ഏത് ഫോൾഡറിലാണോ നിങ്ങളുടെ ഫോട്ടോസ് ഇരിക്കുന്നത് ആ ഫോൾഡർ ചൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോസൊക്കെ ഇതൊന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ വെറുതെ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം. ഞാൻ കാര്യമായിട്ട് എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ചെയ്യുന്നത് മാത്രം. എന്നിട്ട് നിങ്ങൾ ഫോട്ടോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ റൈറ്റിലേക്ക് ഒരു എയറോ കാണും. ആ ഒരു എയറോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോസൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മളൊരു കാര്യം ചെയ്യുക. എന്ത് ചെയ്യുക, അതിലേക്ക് മ്യൂസിക് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ ഒരു എക്സ്ട്രാ ഒരു ഇത് വന്നിട്ടുണ്ടാവും, നമ്മുടെ VNൻ്റെ ഇതാണ്. അപ്പോൾ അതൊന്ന് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കൊരു ഓഡിയോ ആഡ് ചെയ്യാം. അപ്പോൾ ഓഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാപ്പ് ടു ആഡ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻ ഉണ്ടാവും. മ്യൂസിക് ഉണ്ടാവും, എഫക്റ്റ് ഉണ്ടാവും, റെക്കോർഡ് ഉണ്ടാവും. മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മ്യൂസിക്കിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ് അവിടെ തരും. റെക്കോർഡാണെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്തിടാം. എഫക്റ്റ് ആണെങ്കിൽ അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്കതിലൊന്ന് കയറി നോക്കാം. എഫക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അതുകൂടാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ലിങ്ക് എന്ന് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മ്യൂസിക് ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഒരു വീഡിയോ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാക്ട് ഫ്രം വീഡിയോ എന്ന് പറഞ്ഞ സെക്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏത് വീഡിയോ ആണോ എക്സ്ട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിലുള്ള സോങ് ഇവിടെ വന്നിട്ടുണ്ടാവും. അത് വേണമെങ്കിൽ നമുക്കത് കറക്റ്റാണോ ചൂസ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലേ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കറക്റ്റാണെങ്കിൽ അത് ചൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓഡിയോ നമ്മുടെ അവിടെ വന്നിട്ടുണ്ടാവും, സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും. നമ്മുടെ ഫോട്ടോൻ്റെ സൈസൊക്കെ ഒറിജിനൽ സൈസിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിപ്പോൾ എത്ര സ്ക്രീൻ റേഷ്യോ നമുക്ക് എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മേലെ. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ 9:16 നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 9:16 കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓഡിയോനനുസരിച്ചിട്ട് നമ്മുടെ ഫോട്ടോൻ്റെ ഡ്യൂറേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഓഡിയോനനുസരിച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. അതായത് ജസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഒരു ഫോട്ടോൻ്റെ ലെങ്ത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റിനനുസരിച്ച് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താലും മതി. ഞാൻ വെറുതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, പ്ലേ ചെയ്തൊന്നുമില്ല. ജസ്റ്റ് വെറുതെ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എഫക്റ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊന്ന് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഒന്നാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്യുക, എന്നിട്ട് എഫക്ട്സിൽ പോവുക. എന്നിട്ട് നമുക്ക് ഏത് എഫക്റ്റാണോ വേണ്ടത്, ഇഷ്ടംപോലെ എഫക്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് ഇവിടെ ആഡ് ചെയ്യുക. നമ്മുടെ സോങ്ങിന് അനുസരിച്ചിട്ടുള്ള എഫക്റ്റ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ടിക്ക് കൊടുക്കുക. അതേപോലെ അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യുക, വീണ്ടും എഫക്ട്സ് പോവുക, അടുത്ത എഫക്റ്റ് ആഡ് ചെയ്യുക.
ഇഷ്ടംപോലെ എഫക്റ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന എഫക്റ്റൊക്കെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഒന്നുമില്ല, ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നമുക്കിത് പകുതിക്കുന്ന ഇങ്ങോട്ടായിരിക്കും ഈ എഫക്റ്റ് ആഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ആ ഫോട്ടോ വെറുതെ ഇങ്ങനെ കാണിക്കും, എന്നിട്ട് പകുതിയിൽ നിന്നായിരിക്കും ഈ എഫക്റ്റ് ആഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ എഫക്റ്റിൽ ഒന്നുകൂടി വന്നതിന് ശേഷം ഇത് ഫ്രണ്ടിലേക്ക്, ഈ ഫോട്ടോൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഓരോ ഫോട്ടോസിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതേപോലെ ഓരോ എഫക്റ്റ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്ലിക്കർ ഇഫക്റ്റാണ് വേണ്ടതെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ഇപ്പം ബ്ലാക്കിലാണ് വേണ്ടതെങ്കിൽ ബ്ലാക്ക് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ. നിങ്ങൾക്ക് സ്പീഡ് കുറക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇഷ്ടമുള്ള എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊന്നും ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെറുതെ തോന്നുന്ന എഫക്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരേ എഫക്റ്റ് മതിയെങ്കിൽ, എഫക്റ്റ് ഏത് എഫക്റ്റാണോ നിങ്ങൾ എല്ലാത്തിനും ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു എഫക്റ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ടു ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഫോട്ടോസിനും സെയിം എഫക്റ്റ് വന്നോളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒന്നുമില്ല, ഒന്നും പണിയില്ല, പെട്ടെന്ന് ചെയ്തെടുക്കില്ല. ഒരു 5 മിനിറ്റ് മതി നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ VN ആപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് റേഷ്യോയിലാണോ വേണ്ടത് ആ റേഷ്യോ ഒന്ന് സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓഡിയോ ആദ്യം ആഡ് ചെയ്താലും കുഴപ്പമില്ല, ഓഡിയോ ആഡ് ചെയ്യുക. ഓഡിയോനനുസരിച്ചിട്ട് എഫക്റ്റ് കൊടുക്കുക. എഫക്റ്റ് ഇഷ്ടംപോലെ എഫക്റ്റിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അതുകൂടാണ്ട് നമുക്ക് എക്സ്ട്രാ എഫക്റ്റ് വേണമെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് എക്സ്ട്രാ എഫക്റ്റ് ആഡ് ചെയ്യുന്ന ഇതിൽ പറഞ്ഞിട്ടില്ല. ഇതിലുള്ള എഫക്റ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കുറേ റീൽസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പറയുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.